നമസ്കാരം. സൺഡേ വൈബ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും പുതിയ അവസരങ്ങളാണ് വന്നു ചേരുന്നത്. എന്നാൽ പലരും ഈ അവസരങ്ങളെ തിരിച്ചറിയുന്നതിലും പ്രയോജനപ്പെടുത്തുന്നതിലും വീഴ്ച വരുത്തുന്നു. ബിസിനസ് രംഗത്ത് വിജയിക്കേണ്ടതിൻ്റെ പ്രഥമ ഘട്ടം തന്നെ അവസരങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെ ഈ അവസരങ്ങളെ തിരിച്ചറിയാം എന്നതിനെക്കുറിച്ചാണ്. അവയെ എങ്ങനെ വിജയത്തിലേക്ക് വഴിമാറ്റി കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ചും ഒരു സംഭവകഥ ഓർത്തു പോകുന്നു. ഒരിക്കലൊരു രാജ്യത്ത് ഒരു വാഷിംഗ് മെഷീൻ നിർമ്മാണ കമ്പനി ധാരാളം വാഷിംഗ് മെഷീനുകൾ വിറ്റിരുന്നു. എന്നാൽ കുറച്ച് നാളുകൾക്കുള്ളിൽ അവയിൽ ഭൂരിഭാഗവും കംപ്ലൈൻ്റ് ആകാൻ തുടങ്ങി. എന്നാൽ അതേ വാഷിംഗ് മെഷീനുകൾ മറ്റ് രാജ്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ സുഗമമായി പ്രവർത്തിക്കുന്നു. വാഷിംഗ് മെഷീനുകൾ കംപ്ലൈൻ്റ് ആകുന്ന രാജ്യത്ത് കമ്പനി പ്രത്യേക പഠനം നടത്തി. അപ്പോൾ മനസ്സിലായ കാര്യം, കംപ്ലൈൻ്റ് ആകുന്ന എല്ലാ മെഷീനുകളും മണ്ണും ചെളിയും അടിഞ്ഞാണ് കംപ്ലൈൻ്റ് ആകുന്നത് എന്നാണ്. രസാവകമായ മറ്റൊരു കാര്യം, വസ്ത്രം കഴുകാനല്ല, ഉരുളക്കിഴങ്ങുകൾ കഴുകാനാണ് ഈ വാഷിംഗ് മെഷീനുകൾ ഉപയോഗിക്കുന്നത് എന്നതാണ്. ആ രാജ്യം ഉരുളക്കിഴങ്ങുകൾ ധാരാളമായി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യവുമാണ്. ഇത് മനസ്സിലാക്കിയ വാഷിംഗ് മെഷീൻ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി ഉടൻ തന്നെ ഉരുളക്കിഴങ്ങ് കഴുകാനുള്ള സൗകര്യത്തോടുകൂടി ഒരു മെഷീൻ രൂപകൽപ്പന ചെയ്ത് ഉൽപ്പാദിപ്പിച്ച് ആ രാജ്യത്ത് വിതരണം ചെയ്തു. വലിയ സ്വീകാര്യതയാണ് ഈ മെഷീൻ ലഭിച്ചത്. പ്രിയരെ, അവസരത്തിനൊത്ത് ഉയരുവാനും ലഭിച്ച അവസരം ഉപയോഗപ്പെടുത്താനും സാധിച്ചുകൊണ്ടാണ് ആ കമ്പനിക്ക് വലിയ വിജയം ലഭിച്ചത്. നമ്മുടെ വിപണിയായാലും നമ്മുടെ ചുറ്റുപാടായാലും എപ്പോഴും മാറ്റങ്ങളുടെ കലവറയാണ്. ഇന്ന് വിജയിക്കുന്നവർ നാളെ പരാജയപ്പെടാനും സാധ്യതയുണ്ട്. പക്ഷേ അവയൊരു പാഠമായി കാണുമ്പോൾ മാത്രമേ ഒരാൾക്ക് വലിയൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ കഴിയൂ. അതിനായി ആവശ്യമായ മാർഗങ്ങളെക്കുറിച്ച് ആഴത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം അവസരങ്ങളെ തിരിച്ചറിയാനുള്ള മനോഭാവം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പലർക്കും അവസരങ്ങൾ കൈവന്നിട്ടും അവയെ ഉപയോഗപ്പെടുത്താൻ കഴിയാത്തത് അവയെ തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടാണ്. വിജയം നേടുന്നവരും പരാജയപ്പെടുന്നവരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അവരുടെ ആലോചനാ രീതിയിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും ഓരോ കടമ്പയെയും ഒരു പുതിയ അവസരമായി കാണുക. വിപണിയിലെ മാറ്റങ്ങൾ മനസ്സിലാക്കുക, ചുറ്റുപാടുകളിലെ വളർച്ച തിരിച്ചറിയുക, ഉപഭോക്താക്കളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കുക. ഒരു നല്ല സംരംഭകൻ എപ്പോഴും മുന്നോട്ട് നോക്കുന്നവനാകണം. ചുറ്റുപാടുകളിൽ ശ്രദ്ധ പുലർത്തുകയും പുതിയ സാധ്യതകൾ തേടുകയും ചെയ്യണം. ഉദാഹരണത്തിന് ആപ്പിൾ, ആമസോൺ, ടെസ്ല പോലുള്ള കമ്പനികൾ എല്ലാ മാറ്റങ്ങളും മികവോടെ അവതരിപ്പിച്ചപ്പോഴാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ബ്രാൻഡുകളായത്. അവർ വിപണിയിലെ മാറ്റങ്ങൾ മുൻകൂട്ടി കണ്ടു, അനുയോജ്യമായ രീതിയിൽ തങ്ങളുടെ ബിസിനസ്സിൻ്റെ ദിശ മാറ്റി എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിൻ്റ്, അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള തന്ത്രങ്ങൾ ഉണ്ടാക്കുക എന്നതാണ്. അതായത് ചെറുതും വലുതുമായ ഓരോ അവസരങ്ങൾ വരുമ്പോൾ അതിനെ ബുദ്ധിപൂർവം പ്രയോജനപ്പെടുത്താനുള്ള തയ്യാറെടുപ്പ് നമുക്ക് ആവശ്യമാണ്. സംശയങ്ങളും ഭയങ്ങളും മാറ്റിവെച്ച് മുൻപോട്ട് പോകാനുള്ള ധൈര്യവും ആത്മവിശ്വാസവും നാം വളർത്തേണ്ടതുണ്ട്. ബിസിനസ്സിൽ ഒരവസരം നഷ്ടപ്പെട്ടാൽ അതിന് പകരം മറ്റൊന്നുണ്ടാക്കാനുള്ള കഴിവും മനക്കരുത്തും നാം ആർജിച്ചെടുക്കണം. അതിന് നമ്മുടെ മനസ്സിന് പാകപ്പെടുത്തണം. റിസ്ക് അല്ലെങ്കിൽ അപകട സാധ്യത ഇല്ലാത്ത ഒരു വിജയവും ലോകത്തില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിനാൽ നമുക്ക് ധൈര്യപൂർവ്വം അവസരങ്ങളെ സ്വീകരിക്കാം. അതിനുവേണ്ട പ്രായോഗിക മാർഗങ്ങളൊന്ന് നോക്കാം. പ്രധാനമായും കാര്യങ്ങളെ ശ്രദ്ധയോടെ പഠിക്കുക എന്നുള്ളതാണ്. അതായത് വിപണിയുടെ സ്വഭാവം മനസ്സിലാക്കുക. പിന്നെ വേണ്ടത് നിരന്തരമായ ആലോചനയും ആസൂത്രണവുമാണ്. നോക്കൂ, ആലോചിക്കാതെ എടുത്തൊരു തീരുമാനം പലപ്പോഴും നഷ്ടങ്ങളിലേക്ക് നയിക്കാം. അതൊരു വസ്തുതയാണ്. പിന്നെ കാലത്തിനനുസരിച്ച് മാറ്റം വരുന്ന ടെക്നോളജിയെ നാം പ്രയോജനപ്പെടുത്തുക.
പുതിയ ടെക്നോളജി ഉപയോഗിച്ച് അവസരങ്ങളെ വലുതാക്കുകയും ചെയ്യുക എന്നതാണ് മറ്റൊരു കാര്യം. മറ്റൊന്ന്, ശരിയായ സമയത്ത് കൃത്യമായ നടപടികൾ സ്വീകരിക്കുക എന്നതാണ്. വൈകാതെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുകയും വേണം. നമ്മുടെ ഉദ്ദേശം വളരെ വ്യക്തതയോടെ നിർണ്ണയിക്കുക. അതായത് നിങ്ങൾ ആരംഭിച്ച ബിസിനസ്സിൻ്റെ ഉദ്ദേശം എന്താണ്? നിങ്ങൾ അടുത്ത 2 വർഷത്തിനുള്ളിൽ എവിടെ എത്താൻ ആഗ്രഹിക്കുന്നു? തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ കോൺസെൻസിൽ ഫീഡ് ചെയ്ത് വെക്കണം. ഇതിൽ മറ്റൊരു കാര്യം, നിങ്ങളുടെ കർമ്മപഥത്തിൽ എത്രത്തോളം ധൈര്യവും സ്ഥൈര്യവും പരിശ്രമവും ഉണ്ട് എന്നതാണ്. നോക്കൂ, വിശ്രമമില്ലാത്ത കഠിനാധ്വാനം കൂടാതെ ഒരു വലിയ വിജയം സാധ്യമേ അല്ല. സംശയങ്ങളുടെ ചുഴിയിലകപ്പെട്ടാൽ ഒരു വ്യക്തിക്കും മുന്നോട്ട് പോകാനാകില്ല. നിങ്ങൾക്ക് നേരെ വരുന്ന വിമർശനങ്ങൾക്ക് നേരെ ശക്തമായി നിലകൊള്ളാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. അതിന് മനസ്സിനെ പാകപ്പെടുത്തണം. ആധുനിക കാലഘട്ടത്തിൻ്റെ മികച്ച അവസരങ്ങളായ ഓൺലൈൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, AI തുടങ്ങിയ പുതിയ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ് വിജയിക്കാനുള്ള വളരെ വലിയൊരു ഭാഗമാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ സജീവമായി സാന്നിധ്യം അറിയിച്ചാൽ വലിയ വിജയത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുമെന്ന കാര്യം തീർച്ചയാണ്. പിന്നെ നവമാധ്യമങ്ങൾക്ക് മുമ്പിൽ വലിയ അവസരങ്ങളാണ് നമുക്ക് തുറന്നു തരുന്നത്. അതായത് സമൂഹ മാധ്യമങ്ങൾ വഴി നിങ്ങളുടെ ബിസിനസ്സിനെ വിപുലീകരിക്കുക. പിന്നെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് പരാജയം എന്നുള്ളത്. എന്നാൽ ആ പരാജയം ഒരു പാഠമായി കാണുവാൻ നമുക്ക് സാധിക്കണം. ബിസിനസ്സിൽ ഒരിക്കൽ പരാജയപ്പെട്ടാൽ അതിനർത്ഥം എല്ലാം നഷ്ടപ്പെട്ടു എന്നർത്ഥമില്ല എന്ന ബോധ്യം നമ്മളിൽ ഉണ്ടാക്കുകയും വേണം. ഇന്ന് കാണുന്ന വലിയ വിജയികളെല്ലാവരും ഒരിക്കൽ പരാജയപ്പെട്ടവരാണ്. ഓരോ പരാജയത്തെയും ഒരു പാഠമാക്കി മാറ്റുക, ഒരു അവസരമാക്കി മാറ്റുക. തെറ്റുകൾ തിരുത്തി പുതിയ സമീപനം സ്വീകരിച്ച് വീണ്ടും ശ്രമിക്കുക. ഉദാഹരണത്തിന്, തോമസ് എഡിസൺ 1000 തവണ പരീക്ഷണങ്ങൾ പരാജയപ്പെട്ട ശേഷമാണ് വൈദ്യുതി ബൾബ് കണ്ടുപിടിച്ചത് എന്നതുപോലെ ആലിബാബ ഫൗണ്ടർ ആയ ജാക്ക് മാ 30 തവണ ജോലികൾക്കായി അപേക്ഷിച്ചു. എല്ലാ തവണയും തള്ളപ്പെട്ടു. എന്നാൽ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ മനോഭാവം ഉണ്ടായിരുന്നു. അതിനാൽ അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ ഇ-കോമേഴ്സ് കമ്പനിയിലൊന്നായ ആലിബാബയെ മാറ്റിയെടുത്തു. പിന്നെ വിജയത്തിലേക്കുള്ള ആത്മവിശ്വാസം നമ്മൾ ആർജിച്ചെടുക്കണമെന്നുള്ളതാണ്. നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്താൻ നിങ്ങൾ തന്നെ ഉത്തരവാദിയാണ്. നിങ്ങളുടെ ദൗർബല്യങ്ങൾ ഇല്ലാതാക്കുക, നിങ്ങളുടെ ശക്തിയെ തിരിച്ചറിയുക, വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. കഠിനാധ്വാനത്തിനൊപ്പം സ്മാർട്ട് വർക്ക് ചെയ്യാനും പഠിക്കുക. പുതിയ സംരംഭകരെ കണ്ടു പഠിക്കുക, അവരുടെ വിജയമാർഗങ്ങൾ പിന്തുടരുക. ഓരോ നിമിഷവും പുതിയ അവസരങ്ങളാണ്. അതിനെ തിരിച്ചറിയാനും പ്രയോജനപ്പെടുത്താനും തയ്യാറാവുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനായിട്ട് കഠിനാധ്വാനത്തോടെ ബിസിനസ് രംഗത്ത് സജീവമാവുക. നോക്കൂ, ഈ ലോകത്ത് വിജയിച്ചിട്ടുള്ളവർ അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്നവരാണ്. അതിനാൽ നിങ്ങൾക്ക് ലഭിച്ച അവസരങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറുകയും ചെയ്യുക. അവസരങ്ങൾ വരുന്നത് വളരെ ചുരുക്കമാവാം, എന്നാൽ അവയെ പ്രയോജനപ്പെടുത്തുക എന്നത് അതിനേക്കാൾ ചുരുക്കമാണ് എന്നതുകൂടി നിങ്ങളറിയണം. നന്ദി, നമസ്കാരം.